ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നയനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നയനം ഭാഗം 34. പപ്പ വീട്ടിൽ വഴക്കായി. ആ വഴക്ക് മൂർച്ഛിച്ചു. അത് പിന്നെ പപ്പയുടെയും മമ്മയുടെയും വേർപിരിയലിന് കാരണമായി. കോശി മുഖമുയർത്തി ഇമവെട്ടാതെ ആ പറയുന്നവനെ നോക്കിയിരുന്നു. അവൻ്റെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. അവരുടെ വേർപിരിയലിന് ആ സ്ത്രീ ഒരു നിമിത്തമായെന്ന് മാത്രം. ആ കാരണമല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ടവൾ എന്നേ പിരിഞ്ഞേനെ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ സ്ത്രീയെ കണ്ടു. അവർ ബാംഗ്ലൂരിൽ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്നുണ്ട്. വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് അവർ എൻ്റെ അരികിൽ നിന്ന് പോയത്. അതുകൊണ്ട് തന്നെ അവരെന്നെ തിരിച്ചറിയാതെ ഇരുന്നു. പക്ഷെ ആ മുഖം എൻ്റെ മനസ്സിൽ കൊത്തിവെച്ചിരുന്നു. ദീർഘമായി ഒന്ന് നിശ്വസിച്ച് അർജുൻ വീണ്ടും തുടർന്നു. അച്ഛനും അമ്മയും എന്ന പേരിൽ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന 2 ജന്മങ്ങൾക്കിടയിൽ നിന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുപോയത് അമ്മയുടെ അനിയത്തിയാണ് നിതാമ. മനസ്സുകൊണ്ട് ഞാൻ അമ്മയായി അംഗീകരിച്ചത് അവരെ മാത്രമാണ്. മനസ്സിൻ്റെ അകക്കോണിൽ കാർമേഘങ്ങളാൽ മൂടിക്കെട്ടിവെച്ച കുറേ ഓർമ്മകൾ പെയ്തു ഒഴിഞ്ഞതിനൊപ്പം എത്രയൊക്കെ പിടിച്ചു വെച്ചിട്ടും അവൻ്റെ മിഴികൾ ഈറനണിഞ്ഞു. തറവാട് വീട്ടിൽ നിന്നും അമ്മച്ചിയും കുഞ്ഞുമോളും വന്നപ്പോഴാണ് വല്യമ്മച്ചി അവളെ കാണാത്തതിന് പിണങ്ങിയിരിക്കുകയാണെന്ന് അറിഞ്ഞത്. മനസ്സൊന്നും അവൾ തൊടുന്നിടത്തല്ലെന്ന് അറിഞ്ഞിട്ടും അവൾ തറവാട്ടിലേക്ക് പോകാൻ തയ്യാറായി. ഞാനും വരാം ചേച്ചി, കുഞ്ഞുമോൾ അവൾ പോകുന്നത് കണ്ടു പറഞ്ഞു. നീ ഇപ്പം അവിടുന്ന് ഇങ്ങ് വന്നല്ലേ ഉള്ളൂ, പോയി വല്ലതും പഠിക്കാൻ നോക്ക്. ത്രേസി അവളെ തടഞ്ഞു. നയന അമ്മച്ചി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് തിരിഞ്ഞു നോക്കി. അമ്മച്ചി പറയുന്നത് കുഞ്ഞുമോളോടാണെന്ന് മനസ്സിലായതും താലിമാല ഉള്ളിലേക്ക് വലിച്ചിട്ട് ഷോൾ നേരെ മാറിടത്തിലേക്ക് വലിച്ചിട്ട് തിരിഞ്ഞ് മുന്നോട്ട് നടന്നു. ഉള്ളിലൊരു പുഞ്ചിരിയോടെ ത്രേസ്യ മകൾ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ മുഖം വീർപ്പിച്ച് കുഞ്ഞുമോൾ അകത്തേക്ക് കയറിപ്പോയി. വിവാഹകാര്യം പറഞ്ഞ് അവളുടെ മനസ്സ് പാകപ്പെടുത്താൻ നേരത്തെ ചെന്നപ്പോൾ തന്നെ ത്രേസ്യ വല്യമ്മച്ചി ചട്ടം കെട്ടിയിട്ടുണ്ട്. സ്കൂൾ മാഷിൻ്റെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അവർക്കിനി അത് തന്നെ നടത്തണമെന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും വിചാരിച്ച കാര്യം നടത്തി തരാനുള്ള മിടുക്ക് അമ്മച്ചിക്കുണ്ട്. ത്രേസ്യ സ്വയം പറഞ്ഞു തല കുലുക്കി. നയന തറവാട്ടിലേക്ക് നടന്നിറങ്ങി. അവളുടെ വീട്ടിലേക്ക് എത്താൻ മുകളിലേക്ക് കയറി പോകണമെങ്കിൽ തറവാട്ടിലേക്ക് നല്ല കുത്തൻ ഇറക്കമാണ്. വാടി തളർന്ന മുഖവുമായി നയന പടികൾ ഇറങ്ങി വരുന്നത് ലിസി അടുക്കള ജനൽ വഴി കണ്ടിരുന്നു. ആരിത്, ബാംഗ്ലൂർ മോഡലോ? നമ്മളെയൊക്കെ അങ്ങോട്ട് മറന്ന്. അടുക്കള വാതിൽക്കൽ വന്ന് നിന്ന് എളിയിൽ കൈകുത്തി ലിസി അവളെ നോക്കി മൊത്തമായി ഒന്ന് നോക്കി. വല്യമ്മച്ചി എവിടെ ഇളയമ്മേ? അവരുടെ കളിച്ചിരിയിൽ കൂടെ ചേരാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ലല്ലോ അവൾ. നേർത്തൊരു പുഞ്ചിരി നൽകി അവൾ നേരെ അകത്തേക്ക് കയറിപ്പോയി. ഈ പെണ്ണിന് ഇതെന്തു പറ്റിയെന്ന ചിന്തയോടെ ലിസിയും കൂടെ പോയി. ഇല്ലെങ്കിൽ ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്നവളാ. അവൾ നോക്കുമ്പോൾ ഉമ്മറത്ത് അമ്മച്ചിയുടെ സ്ഥിരം സ്ഥലമായ ഇടത്ത് ചാരുകസേരയിൽ നീണ്ടു കിടപ്പുണ്ട് വല്യമ്മച്ചി. വല്യമ്മച്ചി! നയന പതിയെ ചെന്നവരുടെ കരം തൊട്ടപ്പോൾ ആ വട്ടക്കണ്ണട ഒന്നുകൂടെ നേരെ വെച്ച് അടിമുടി വീക്ഷിച്ചവളെ. നീ ഏതാടി കൊച്ചേ? കണ്ണട എടുത്ത് മുണ്ടിൻ്റെ തുമ്പ് കൊണ്ട് ഗ്ലാസ് തുടച്ച് വീണ്ടും വെച്ച്. ഞാനാ വല്യമ്മച്ചി, നയന. അവൾ ആ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവരുടെ കാൽ തുടയൊന്നാകെ കൈവച്ച് ഇറുക്കി. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ ചായ എടുക്കാം. ലിസി അവളെ നോക്കി പുഞ്ചിരിച്ച് കൊണ്ടവിടുന്ന് പോയി. നീ ആകെ അങ്ങ് മാറിയല്ലോ കൊച്ചേ, മുഖമൊക്കെ നല്ല തക്കാളിപ്പായം പോലെ ചൊകചൊകാന്നായിട്ടുണ്ട്. അതല്ലേലും അങ്ങനെയാ, കല്യാണപ്രായം എത്തിയാൽ പെൺപിള്ളേർ നല്ല നിറവും തടിയും ചന്തവും വയ്ക്കും. വല്യമ്മച്ചിക്ക് വിഷയത്തിലേക്ക് കയറാൻ പിടിവള്ളിയായി. തൊലിപ്പുറമാകെ ചുളിവുകൾ വീണിട്ടും കണ്ണുകളുടെ തെളിച്ചത്തിനും മുഖത്തെ പ്രസരിപ്പിനും ഒരു കോട്ടവും തട്ടാത്ത ആ മുഖത്തേക്ക് നോക്കി അവൾ വ്യർത്ഥമായി പുഞ്ചിരിച്ചു. ഈ വല്യമ്മച്ചിയുടെ പറിച്ചു വെച്ച ചായയാണ് തനിക്കെന്ന് എല്ലാവരും പറയും. കോശി ഇങ്ങ് വരട്ടെ, പെണ്ണിനെ ഇങ്ങനെ നിർത്തണ്ട എന്ന് പറയണം. നമ്മുടെ വറീദിൻ്റെ ബന്ധത്തിലൊരു പയ്യനുണ്ട് മാഷാ. അപ്പച്ചൻ പറഞ്ഞില്ലേ, നീ പോകുന്നതിന് മുമ്പ് അവർ പെണ്ണ് കാണാൻ വന്നോട്ടെ. വല്യമ്മച്ചി വലതു കൈയിൻ്റെ വിരലുകൾ പിടിച്ച് അവളുടെ താടയിൽ പിടിച്ചു നിന്നു. വല്യമ്മച്ചി, ഞാൻ എന്താ പറയുക? അപ്പച്ചൻ പറയട്ടെ. അതെ, ആ കഴുത്തിൽ താലി കെട്ടിയവൻ്റെ തേടി അപ്പച്ചൻ പോയിട്ടുണ്ട്. അപ്പച്ചൻ തിരികെ വന്നിട്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് തന്നെ അറിയാൻ കഴിയുള്ളൂ. അവർ തമ്മിൽ
വല്ല പ്രശ്നമോ വാക്ക് തർക്കമോ ഉണ്ടായി കാണുമോ? ഓർത്തിട്ട് നയനക്കാകെ തലപെരുത്ത്. കൈക്ക് കേട്ടോ. ലിസി അവളുടെ മുമ്പിൽ പലഹാരവും ചായയും വെച്ചു. അമ്മച്ചി അതങ്ങോട്ട് വെച്ചേ. വല്യമ്മച്ചി ആ പലഹാരപാത്രത്തിൽ നിന്നും ലഡു നോക്കിയെടുത്തതും ലിസി അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. എൻ്റെ കൊച്ചുമോളെ കൂടെ ഇരുന്ന് ഇത്തിരി മധുരം കഴിക്കാൻ പാടില്ലേ? നിന്റെ ഭരണം അവിടെ വരെ എത്തിയോ? മരുമോൾക്ക് നേരെയുള്ള വല്യമ്മച്ചിയുടെ ധാർഷ്ട്യം കാണണം. അത് പറഞ്ഞപ്പോഴാ മുറുക്കാൻ പോലും വല്യമ്മച്ചിക്ക് വാങ്ങിക്കൊടുത്തില്ലല്ലോ എന്ന് അവൾ ഓർത്തത്. അല്ലെങ്കിലും വല്യമ്മച്ചിയുമായുള്ള ഈ കൂടിക്കാഴ്ച എന്തോരം സന്തോഷത്തിൽ മനസ്സിൽ തീരുമാനിച്ചു വെച്ചതായിരുന്നു. ഇങ്ങനെ മനസ്സ് വേറെ ദേഹം വേറെ എന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ആ മനുഷ്യൻ്റെ ഒറ്റൊരുത്തൻ്റെ എടുത്തുചാട്ടമാണ്. എന്തോ എല്ലാം ഓർത്തപ്പോൾ നയനക്ക് അവനോട് ദേഷ്യം തോന്നി. അധികാരമൊന്നുമില്ല. അമ്മച്ചി ഷുഗർ കൂടി തല കറങ്ങിയതൊക്കെ മറന്നോ? നയന ചിന്തയിലായ നേരം അവർ മരുമോളും അമ്മയും വാക്ക് തർക്കത്തിലാ. ആഹാ കൊച്ചോ. തോമസ് അങ്ങോട്ടേക്ക് വന്ന് പൈപ്പിൻ ചുവട്ടിൽ നിന്നും കാല് കഴുകി ഉമ്മറത്തേക്ക് കയറി. അപ്പച്ചൻ എവിടെ നിന്നോ വരുന്നത് കണ്ടല്ലോ. വീട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ കുറേ വിളിച്ച് തിരിഞ്ഞു നോക്കിയില്ല. എന്തോ ദേഷ്യത്തില്ല. എന്നാ കാര്യം? കാല് ചവിട്ടിയിൽ ആഞ്ഞു തുളച്ച് പറച്ചിൽ നിർത്താതെ തോമസ് അവിടെ ഇരിക്കുന്നവളെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. നയനക്കാകെ വറക്കാൻ തുടങ്ങി. ദേഹം മുഴുവൻ തളർന്നു പോകുന്ന പോലെ. അവളുടെ മുഖത്തെ ഞെട്ടൽ അവരും ശ്രദ്ധിച്ചു. ഞാൻ പിന്നെ വരാം വല്യമ്മച്ചി. കുടിച്ച ഗ്ലാസ് വലിയൊരു ശബ്ദത്തോടെ തിണ്ണയിൽ വെച്ച് ഒരു തിരിഞ്ഞു നോട്ടവും പോലും ഇല്ലാതെ വെച്ചു പിടിച്ച് അവളുടെ ഓട്ടം കണ്ട് ആ നോക്കി നിൽക്കുന്നവരൊക്കെ അന്തം വിട്ടുപോയിരുന്നു. റോഡിൻ്റെ ഓരം ചേർന്ന് അവൾ ഓടി. ആ വലിയ പടിക്കെട്ടുകൾ ചാടി കയറുന്നുണ്ട് എന്നല്ലാതെ അവൾക്ക് ആ പടിക്കെട്ടുകൾ കാണുന്ന കൂടെ ഇല്ല. ഓടിയെത്തി ഉമ്മറത്തിണ്ണക്കരികിൽ നിൽക്കുന്ന അപ്പച്ചന് മുമ്പിൽ അവൾ കിതച്ചു നിന്നു. പരിഭ്രാന്തി കൊണ്ട് നയനയുടെ നെഞ്ചാകെ വിങ്ങിപ്പൊട്ടി. സമയം ഇന്നേരമായിട്ടും അപ്പച്ചൻ തന്നോട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ദേഷ്യമാണെങ്കിൽ ഒന്ന് പ്രതികരിച്ചൂടെ? പറയാനുള്ളത് എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞൂടെ? ഈ ആയുസ് മുഴുവൻ കാത്തിരുന്നിട്ടാണെങ്കിലും അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സമ്മതത്തോടെ മാത്രമേ നയന അർജുൻ്റെ കൂടെ പോകൂ. സങ്കടം നെഞ്ചിൽ കുത്തി കുത്തി അവൾക്ക് രോഷം വരാൻ തുടങ്ങി. അവർക്കിടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നറിയാൻ ഒരു മാർഗവുമില്ല. അപ്പച്ചനോടെന്തെങ്കിലും ചോദിക്കാനുള്ള ധൈര്യവുമില്ല. അപ്പച്ചൻ ഇപ്പോൾ അന്യനായി മാറിയതുപോലെ. ആ മുഖത്തെ മാറ്റവും തിരിച്ചറിയാൻ കഴിയുന്നില്ല. പണിക്കാർ കൊണ്ടുവന്ന് തള്ളിപ്പോയ വിറകുകളിൽ ചിതറിപ്പോയത് പെറുക്കി വെക്കുകയാണ് ഈ ഇരുട്ടത്തും അപ്പച്ചൻ. അമ്മച്ചിയും കൂടെ സഹായത്തിനുണ്ട്. അതങ്ങനെയാണ്. അപ്പച്ചൻ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അമ്മച്ചിയും കൂടെ കൂടും. അതിപ്പോൾ വീട്ടുജോലി തീർന്നിട്ടില്ലെങ്കിൽ അതൊക്കെ അവിടെ ഇട്ട് അമ്മച്ചി അപ്പച്ചനെ സഹായിക്കാൻ കൂടും. ജോലിയൊക്കെ കഴിഞ്ഞ് കയ്യും കാലും മുഖവും കഴുകി അവർ വരുന്നത് കണ്ടതും നയന വേഗം അടുക്കളയിൽ പോയി കഴിക്കാനുള്ളതൊക്കെ ഉമ്മറത്തിണ്ണയിൽ കൊണ്ടുവച്ചു. അപ്പച്ചൻ്റെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ അവളുടെ കൈകൾ വിറകൊണ്ടു. കുഞ്ഞുമോൾ കൊണ്ടുവന്ന പ്ലേറ്റ് അവളുടെ കയ്യിൽ നിന്ന് വീണ ശബ്ദം പിറകിൽ നിന്ന് കേട്ടതും അമ്മച്ചി എന്നൊരു അലർച്ചയോടെ വിളമ്പിക്കൊണ്ടിരുന്ന തവി താഴേക്കിട്ടവൾ പിറകിലേക്ക് മറിഞ്ഞു വീണ്. എന്നതാ കൊച്ചേ ഇത്? ട്രേസി അവളെ അത്ഭുതത്തോടെ നോക്കി. നീ ഇതെവിടെയാ നോക്കി വരുന്നത്? അതെങ്ങനെയാ ആകാശത്തേക്കല്ലേ നോക്കുന്നത്? തുള്ളി വരണ്ടാന്ന് നേരെ വന്നൂടെ നിനക്ക്? അമ്മച്ചി കുഞ്ഞുമോളെ നോക്കി മുഖം കറുപ്പിച്ചു. പക്ഷെ അപ്പച്ചൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവുമില്ല എന്നത് ട്രേസിക്ക് ശങ്കയായി. ഇല്ലെങ്കിൽ പിള്ളേരെ പറഞ്ഞാൽ മാത്രം തന്നോട് കയർക്കുന്ന ആളാ. ഇതെന്താണ് ഇപ്പോൾ ഇത്രയും ചിന്തിക്കാൻ? വീട് പണയത്തിലായിരുന്നപ്പോൾ ഇത്രയും ചിന്തിച്ചിട്ടില്ല. ആധാരം ബാങ്കിൽ നിന്ന് കയ്യിൽ കിട്ടിയപ്പോഴാണോ ആദ്യം തുടങ്ങിയത്? അത്തായം കഴിപ്പും പാത്രം കഴുകി വെക്കലും ദേഹം കഴുകലും കഴിഞ്ഞ് നയന മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവളെ കാത്തു മുഷിഞ്ഞ് കുഞ്ഞുമോൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അലമാരയിൽ വെച്ച ഫോൺ എടുത്ത് ആര്യ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് മിഴികൾ പായിച്ചു. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം വിളിക്കാൻ കഴിയുന്ന നമ്പർ. കൊച്ചേ. അമ്മയുടെ പിറകിൽ നിന്നുള്ള പിൻവിളി കേട്ട് നയന ഞെട്ടി പിടഞ്ഞ് പിന്തിരിഞ്ഞു നോക്കി. കയ്യിലെ ഫോൺ സൂത്രത്തിൽ പിറകിലേക്ക് ഒളിപ്പിച്ചു. അവൾക്ക് ഫോണുള്ള കാര്യം ട്രേസിക്ക് അറിയുന്നത് തന്നെയല്ലേ? ഇനിയിപ്പോൾ അതിൽ അർജുൻ്റെ നമ്പർ അവർ കാണുമെന്നാണെങ്കിൽ ഫോണിൽ അവൻ്റെ നമ്പർ സേവ് ചെയ്തത് ആര്യ എന്നല്ലേ? പിന്നെ എന്തിനീ വെപ്രാളം പരവേശം? നിനക്കിതെന്താ പറ്റിയത്? വെറുതെ ഇങ്ങനെ ഞെട്ടിപ്പിടയുന്നു. ട്രേസി അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് അവളോട് ചേർന്ന് നിന്ന് നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കി. പനിയില്ല. അമ്മച്ചിയുടെ മുഖത്തെ ആകുലത കണ്ട് അവളുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. മഞ്ഞുതുള്ളി പോലൊരു കണ്ണുനീർ ഇരു കൺതടത്തിൻ്റെ വക്കിലും വന്നു നിന്നു. ഹൃദയം ഇനിയും നൊന്താൽ ആ മിഴനീർ തുള്ളികൾ അവളുടെ കവളിലൂടെ ഒഴുകി സ്വയം മരിക്കും.
അമ്മച്ചിയെ വാരിപ്പുണർന്ന് നെഞ്ചിലേക്ക് ചാഞ്ഞു. എല്ലാം പറഞ്ഞ് ആശ്വാസത്തോടെ ആരെയും പേടിക്കാതെ ഉറക്കെ കരയാൻ അവൾക്ക് ആഗ്രഹമായി. പക്ഷേ അവൾ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തപ്പോൾ അതറിയുന്ന അമ്മച്ചിയുടെ പ്രതികരണം എത്ര ഭീകരമായിരിക്കുമെന്ന് അവൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പച്ചനെ കൊച്ചിനെ കുറിച്ചോർത്താണ് ആദി. ഇപ്പോൾ വന്ന സ്കൂൾ മാഷിൻ്റെ ആലോചന അപ്പച്ചന് നല്ലോണം ബോധിച്ചിട്ടുണ്ട്. കൊച്ചു സമ്മതിച്ചാൽ നാളെ വന്നവർ പെണ്ണ് കണ്ടോട്ടെ. നീ സമ്മതിച്ചുവെന്ന് ഞാൻ അപ്പച്ചനോട് പറയാം. അതോടെ ആ മുഖം വീർപ്പിക്കൽ അങ്ങോട്ട് മാറിക്കോളും. ട്രേസി അവളുടെ തലമുടി തലോടി പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞതോ ഒന്നുമായിരുന്നില്ല അവളുടെ ശ്രദ്ധ. മൗനം സമ്മതമാകുമെന്ന വിശ്വാസത്തിൽ ട്രേസി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഓരോ ചിന്തകൾ അകറ്റി എപ്പോഴോ ആ മിഴികൾ അടഞ്ഞു പോയിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞുമോൾ കമിഴ്ന്ന് കിടപ്പുണ്ട്. അവൾ ഫോണെടുത്ത് സമയം നോക്കുമ്പോൾ 3 മണി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ അർജുനേട്ടൻ. നെഞ്ചിൽ കൈവച്ച് വിളിച്ചുകൊണ്ട് നയന എഴുന്നേറ്റു. അവൻ്റെ നമ്പർ എടുത്ത് നോക്കിയെങ്കിലും കോൾ ബട്ടൺ പ്രസ് ചെയ്യാനൊരു ഭയം. നയനയ്ക്ക് എല്ലാവരോടും പേടി തോന്നി. അവൻ്റെ ഉറക്കഭ്രാന്ത് നന്നായി അറിയുന്നവളാണ് നയന. വിളിച്ചാൽ ദേഷ്യപ്പെടും. ഉറക്കപ്പിച്ചിൽ സംസാരിച്ചില്ലെന്ന് വരും. പക്ഷേ വിളിക്കാതെ ഇരുന്നാൽ തനിക്ക് സമാധാനത്തോടെ ഒരു നിമിഷം തള്ളി നീക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മുറിയിൽ ഫാൻ ഓടുന്ന ശബ്ദം മാത്രം തളം കെട്ടി നിന്നു. ശ്വാസം വലിച്ചുവിട്ടു മുഖത്ത് പടർന്ന വിയർപ്പ് തുള്ളികൾ കൈകൾ കൊണ്ട് തുടച്ചു. അവൾ ആ നമ്പറിൽ വിളിച്ചു. പക്ഷേ കോൾ ഡിസ്കണക്റ്റായി. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. മുറ്റത്തെ മാവിൻ കൊമ്പിൽ ഇരുന്ന് ചിലക്കുന്ന വാലാട്ടിക്കിളിയോട് കൊഞ്ചനം കൊത്തി കുഞ്ഞുമോൾ പല്ല് തേക്കാൻ തുടങ്ങി. ആരുടെയൊക്കെയോ കാലടി ശബ്ദങ്ങൾ, അതും ഉണക്കയിലകൾ ചവിട്ടിഞ്ഞെരിക്കുന്ന ശബ്ദം കേട്ട് കുഞ്ഞുമോൾ തിരിഞ്ഞു നോക്കി. കുറച്ച് അപരിചിതർ മുറ്റത്തേക്ക് ഓടി വരുന്നത് കണ്ട് അമ്മച്ചിയെന്നും വിളിച്ചുകൊണ്ട് പേടിച്ച് വിറച്ചാണ് കുഞ്ഞുമോൾ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയത്. കോശി മുറിയിലെ കട്ടിലിൽ മലർന്നു കിടപ്പുണ്ട്. പിന്നാമ്പുറത്ത് നിൽക്കുകയായിരുന്ന നയനയും അടുക്കളയിൽ എന്തോ ജോലിയിലായിരുന്ന ത്രേസിയും അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്നതാടി പെണ്ണേ? മുൻവശത്തേക്ക് പേടിയോടെ നോക്കുന്നവളെ ത്രേസി നെഞ്ചിലേക്ക് അടുക്കി പിടിച്ചു. മുറ്റത്തേക്ക് കുറേ ആൾക്കാർ ഓടി വന്ന് കണ്ട പേടിയോ വിതുമ്പിക്കൊണ്ട് കുഞ്ഞുമോൾ പുറത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. നയന ഒന്നും മിണ്ടാതെ ശ്രദ്ധയോടെ മുൻവശത്തെ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നതും ഒരാൾ മുൻപിലേക്ക് വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു. നയന ഉറക്കെ നിലവിളിച്ചതും പിറകിൽ അമ്മച്ചിയുടെ മാറിലേക്ക് മുഖം പൊയ്ത്തിയ കുഞ്ഞുമോളും കരയാൻ തുടങ്ങി. നിങ്ങൾ ആരാ? എന്തു വേണം? വിറയലോടെ ത്രേസ്യ ചോദിച്ചതും അയാൾ മുമ്പിൽ നിൽക്കുന്ന നയനയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. അപ്രതീക്ഷിതമായ ചവിട്ടേറ്റപ്പോൾ നയന ത്രേസ്യയുടെ കാൽ കീഴിലേക്ക് വീണുപോയി. അയ്യോ എൻ്റെ കൊച്ച്! ത്രേസ്യ കുഞ്ഞുമോളെ നെഞ്ചിൽ നിന്ന് മാറ്റി നയനയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ബഹളം കേട്ട് ഓടിയെത്തിയ കോശിയെ പിറകിൽ നിന്ന് ആരോ അടിച്ചു വീഴുകയും ചെയ്തു. ദുർബലരായ ആ 3 മനുഷ്യർ ബോധരഹിതനായി കിടക്കുന്ന കോശിയുടെ അരികിലേക്ക് വീണുകൊണ്ട് അവർക്കപ്പുറവും ഇപ്പുറമായി നിൽക്കുന്ന കഴുകൻ കണ്ണുകളെ ഭയത്തോടെ നോക്കി അവർ കരഞ്ഞു. അവിടെ നിന്നവർ വീടിൻ്റെ ഇരുവശത്തെ വാതിലുകളും പുറത്തേക്ക് വലിച്ചു കെട്ടി പൂട്ടി. കയ്യിൽ കരുതിയ മണ്ണെണ്ണക്കാൻ ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ അടപ്പ് തുറന്നിരുന്നു. തുടരും. അപ്പോൾ അർജുൻ എവിടെ? ഇത് അർജുൻ ചെയ്തതാണോ? ഇതിൻ്റെ പിറകിൽ ആരായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് ഉടനെ വരാം. താങ്ക് യു.